നമ്മളൊരു ബാങ്കിൽ 1,00,000 രൂപ 10 വർഷത്തേക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ തിരികെ കിട്ടുമെന്ന് അറിയാമോ? ഇന്നത്തെ ഒരു ടോപ്പ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 7.4% ഒക്കെ ആണല്ലോ. അപ്പോൾ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 വർഷം കഴിയുമ്പോൾ കിട്ടാവുന്ന പരമാവധി തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,00,000 രൂപയാണ്. നിലവിലുള്ള പണപ്പെരുപ്പമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്ന് കിട്ടുന്ന ആ ഒരു തുക അത് കാര്യമായിട്ടുള്ളൊരു വളർച്ചയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. എന്നാൽ നമ്മൾ സേഫായിട്ടുള്ള ഒരു ഫണ്ട് വഴി മാർക്കറ്റിലാണ് ഈ ഒരു ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് മിനിമം ഒരു 9 ഇരട്ടിയെങ്കിലും തിരികെ കിട്ടും. അതായത് നമ്മുടെ ഫണ്ട് അവിടെ സേഫായിട്ട് ഇരിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നല്ലൊരു റിട്ടേൺ കിട്ടും. അത്തരത്തിൽ പുറത്തിറങ്ങുന്ന 2 ഫണ്ടുകൾ വീതം എല്ലാ മാസവും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ബജാജ് അലയൻസ് ലൈഫിൻ്റെ നിഫ്റ്റി 200 ആൽഫ 30 ഇൻഡെക്സ് ഫണ്ട്. ന്യൂ ഫണ്ട് ലോഞ്ച് ഓഫറും കീഴിൽ നമുക്ക് ഇതിൻ്റെ NA വില വെറും 10 രൂപ മാത്രം നൽകിക്കൊണ്ട് യൂണിറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2,000 രൂപയാണ്. മാസം തോറും 2,000 രൂപയോ അതിലധികമോ എന്ന രീതിയിൽ നമുക്ക് ഇതിൽ നിക്ഷേപിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. പ്രത്യേകം ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എൻഡ് ഡേറ്റ് ഈ വരുന്ന സെപ്റ്റംബർ 15 ഇനി എങ്ങനെയാണ് ഈ ഒരു ഫണ്ട് പ്രവർത്തിക്കുന്നത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ ഒരു ഭാഗം ഇവർ മാർക്കറ്റിലുള്ള ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റുകളിലുള്ള 100 വീതം കമ്പനികളെ സെലക്ട് ചെയ്തിട്ട്, അത് മൊത്തം 200 കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഏറ്റവും പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്ന 30 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാക്കിയിരിക്കുന്ന നമ്മുടെ ഫണ്ടിൻ്റെ ഒരു ഭാഗം അവർ നമ്മുടെ ഫണ്ട് എപ്പോഴും സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് എപ്പോഴും സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും, അതേസമയം മാർക്കറ്റിൽ നിന്ന് നല്ലൊരു റിട്ടേൺ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ നിഫ്റ്റി 200 ആൽഫ 30 എന്ന് പറയുന്ന ഇൻഡെക്സ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 34.2% റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇനി 10 വർഷത്തെ റിട്ടേൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് 25.9% തന്നിട്ടുണ്ട്. അതായത് 2014 നമ്മൾ ഈ ഒരു ഇൻഡെക്സിൽ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിന്നത് 9.3 ലക്ഷം രൂപയായിട്ട് തിരികെ കിട്ടിയേനെ. നമ്മളൊരു ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ തന്നെ അവരുടെ മുൻകാല ഫണ്ടുകളുടെ പെർഫോമൻസ് കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇവരുടെ മെയ് 2023 സ്റ്റാർട്ട് ചെയ്ത സ്മോൾ ക്യാപ്പ് ഫണ്ടിലെ അതിപ്പോൾ 75% റിട്ടേൺ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബജാജ് അലയൻസ് ലൈഫിൻ്റെ തന്നെ നവംബർ 2023 സ്റ്റാർട്ട് ചെയ്ത മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ടിലെ അത് 33% റിട്ടേൺ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ ഈ വർഷം മാർച്ചിൽ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്ത സ്മോൾ ക്യാപ്പ് ക്വാളിറ്റി ഇൻഡെക്സ് ഫണ്ട് അത് ഇപ്പോൾ 32% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അത് ഈ അടുത്ത് തുടങ്ങിയ ഫണ്ട് വരെ. ഈ റിട്ടേൺ മാത്രമല്ല ഇതിൻ്റെ ബെനിഫിറ്റ്, നമ്മൾ മാസം തുറക്കുന്ന ഒരു പ്രീമിയമില്ലേ അതിൻ്റെ 120 ഇരട്ടി നമുക്ക് ഇൻഷുറൻസ് കവറേജ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ മാസം തുറക്കുന്ന ആ ഒരു പ്രീമിയവും അതുപോലെ മെച്യൂരിറ്റി ടൈമിൽ നമുക്ക് കിട്ടുന്ന ആ വളരെ വലിയൊരു തുകയും ഇത് രണ്ടും നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉള്ളതാണ്. പിന്നെ ഈ ഒരു ഫണ്ടിന് മറ്റേ പ്രീമിയം വേവർ എന്ന് പറയുന്ന ഫീച്ചറുണ്ട്. 5 വർഷം കഴിയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ കഴിയുന്ന ഈസി ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫണ്ടുകളാണ് ഇതൊക്കെ തന്നെ. നമുക്ക് ഓൺലൈനിലൂടെ ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ടും നമ്മുടെ ഫണ്ട് സ്വിച്ച് ചെയ്യാനും അതുപോലെ മാനേജ് ചെയ്യാനും എല്ലാം തന്നെ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ പ്രവാസികളൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ മാസം തോറും ഒരു 18,000 രൂപ അല്ലെങ്കിൽ അതിലധികം എന്ന രീതിയിൽ ലോങ് ടൈമിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 2 കോടിക്ക് മുകളിൽ റിട്ടേൺ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക. പ്രത്യേകം ഓർക്കുക അതിൻ്റെ എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 15